ഹലോ നമസ്കാരം, എല്ലാവർക്കും ചേസ് യുവർ ഡ്രീം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് SCERT സീരീസ് ആണ്. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ 4 ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ 2 ചാപ്റ്റർ, അതായത് 3ഉം 4ഉം ചാപ്റ്റേഴ്സിന്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് ഉടനെ തന്നെ തരുന്നതാണ്. വേണമെന്നുള്ളവർ കമന്റ് ചെയ്യുക. എന്നിട്ട് എനിക്ക് ടെലഗ്രാമിലും കൂടെ ഒന്ന് ഡയമണ്ട് ബാച്ചിൽ ഇല്ലാത്തവരാണ് എങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഞാൻ ഡയമണ്ട് ബാച്ചിന്റെ ലിങ്ക് അയച്ചു തരാം. അപ്പൊ അവരെന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് എനിക്കൊന്ന് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി ടെലഗ്രാമിൽ തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ നോട്ട് തരുന്നതാണ്. പിന്നെ നമ്മൾ 5ാമത്തെ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. 5ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഭൂമി. അപ്പൊ ഭൂമിയുടെ ഘടനയെ പറ്റിയും പിന്നെ കുറച്ച് അന്തരീക്ഷ മണ്ഡലങ്ങളുണ്ട്, അതിനെയൊക്കെ പറ്റിയിട്ടാണ് ഈ ക്ലാസ് വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജിയോഗ്രഫി പാർട്ടാണ്, വേൾഡ് ജിയോഗ്രഫി ആണ്. വേൾഡ് ജിയോഗ്രഫി അല്ല, വേൾഡ് ജിയോഗ്രഫി തന്നെ പറയാം. വേൾഡ് ജിയോഗ്രഫി ആണ്. വേൾഡ് ജിയോഗ്രഫിയിൽ നമ്മൾ ഭൂമിയെ പറ്റിയാണ് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട, നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മുടെ ഭൂമി ചാപ്റ്ററിന്റെ പേര് നമ്മുടെ ഭൂമി എന്നാണ്. പിന്നെ ഇതിൽ പറയാനുള്ളത്, നമ്മുടെ ഭൂമിയുടെ ഘടന നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഇതിൽ വളരെ കുറച്ച് പോയിന്റ്സ്, നമ്മുടെ ഭൂവൽക്കം, മാന്റിൽ, കാമ്പ്, അതിനൊക്കെ പറ്റിയിട്ട് വളരെ കുറച്ച് പോയിന്റ് ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ പോയിന്റ്സ് കണ്ടെത്തുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കുന്നുണ്ട്. പിന്നെ അന്തരീക്ഷ പാളികൾ പറയുമ്പോഴത്തേക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ, അതായത് 8, 9 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്. പക്ഷെ ഭൂമിയുടെ ഘടന, അതായത് നമ്മുടെ ഈ ഭൂമിയുടെ 3 പാളികളും നമ്മൾ പൂർണ്ണമായിട്ടും ഇവിടുന്ന് പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഭൂമി എന്തോ പറയുകയാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു ഞാൻ. പിന്നീട് നിരന്തരം പെയ്ത മഴയിലാണ് ഞാൻ തണുത്തത്. പിന്നെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജീവജാലങ്ങൾ എന്നിലുണ്ടായത്. സൗരയൂഥ ഗ്രഹങ്ങളിൽ എന്നിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത് എന്നറിയാമല്ലോ. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം എന്നിലുണ്ട്. ശ്വസിക്കാൻ വേണ്ട വായു, കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള ജലം, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മണ്ണ്, എങ്ങനെ എല്ലാം. ഇപ്പൊ ഭൂമി ആത്മകഥം പറയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു, നിരന്തരമായി മഴ പെയ്ത് ഞാൻ തണുത്തു. പിന്നെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്നിൽ ജീവജാലങ്ങൾ ഉണ്ടായി. അപ്പൊ ഭൂമിയുടെ ഒരു യാത്ര എങ്ങനെയായിരുന്നു എന്ന് ഭൂമി സ്വയം പറയുന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പുഴകളും മലകളും താഴ്വരകളും സമതലങ്ങളും ഒക്കെയായി ഭൂമിയുടെ ഉപരിതലം എത്ര മനോഹരമാണ്. എന്നാൽ ഭൂമിയുടെ ഉള്ളറ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അപ്പോൾ ഈ പാഠത്തിൽ കൂടുതലായിട്ട് ഭൂമിയുടെ ഉള്ളറയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ പുറമെയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാം എങ്ങനെയാണെന്ന്. എന്താണ്, പുഴകളുണ്ട്, മലകളുണ്ട്, താഴ്വരകളുണ്ട്, പ്ലെയിൻസ്, സമതല പ്രദേശങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇനി ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഉള്ളിലേക്ക് എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഉള്ളറകളിലേക്ക്. ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടല്ലോ. ഉപരിതലത്തിലെ ചൂട് നമുക്കറിയാം, നല്ല ധാരണയുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സൺബേൺ ഒക്കെ ഏൽക്കുന്നുണ്ട്. അപ്പൊ ഉപരിതലത്തിലെ ചൂടിനെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഉള്ളറയിലെ ചൂട് അതികഠിനമാണ്. ഉള്ളറയുടെ കേന്ദ്രഭാഗത്ത് ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ നോട്ട് ചെയ്യുക, പല പ്രാവശ്യം ചോദിച്ചതാണ്. ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 5500 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുക എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമുക്കറിയാം, 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുന്നത്. ആ പൊള്ളല് പോലും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. 5500 ഡിഗ്രി സെൽഷ്യസ് ചൂട് നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുമോ? അപ്പൊ ഒന്ന് ഓർത്ത് നോക്കുക, 5500 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്തോരം ചൂട്. നിങ്ങൾ ഖനികൾ എന്ന് കേട്ടിട്ടുണ്ടോ? അവയിൽ ഏറ്റവും ആഴമുള്ള ഖനിയുടെ ആഴ്ച എത്ര കിലോമീറ്റർ ആണെന്ന് അറിയാമോ? ഏകദേശം 12 കിലോമീറ്റർ. അപ്പോൾ ഏറ്റവും ആഴമുള്ള ഒരു ഖനിയുടെ ആഴം എന്ന് പറയുന്നത് ഏകദേശം 12 കിലോമീറ്റർ ആണ്. അത്രത്തോളം ദൂരം പോലും മനുഷ്യന് ചെന്നെത്താനാകുന്നത് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടെയാണ്. അപ്പൊ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ഖനിയിൽ ജോലി ചെയ്യാൻ പോകുന്നവർ, ഉള്ളിലോട്ട് ഇറങ്ങുന്നവർ എന്ത് ചെയ്യാറുണ്ട്? അവർ ഈ ഓക്സിജൻ മാസ്കും പിന്നെ മറ്റു ചില യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പോകാറുണ്ട്. അതായത് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് മർദ്ദം കൂടും, പ്രഷർ കൂടുന്നുണ്ട്, ചൂട് കൂടുന്നുണ്ട്, പിന്നെന്താണ്, വായു ഇല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഓവർകം ചെയ്യാനുള്ള സാഹചര്യങ്ങളുമായിട്ടാണ് അവരെന്ത് പോകുന്നത്. ഏകദേശം 6371 കിലോമീറ്റർ ആണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. അപ്പോൾ ഭൂമിയുടെ കറക്റ്റ് സെന്ററിലേക്കുള്ള ആഴം, ആ ദൂരം എന്ന് പറയുന്നത് നമ്മുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 6371 കിലോമീറ്റർ ആണ്. വെറും 12 കിലോമീറ്റർ എത്തിപ്പെടാനായിട്ട് നമ്മൾ ഇത്രയും പാടുപെടുന്നുവെങ്കിൽ ഈ 6371 കിലോമീറ്റർ ദൂരമൊക്കെ നമ്മൾ എങ്ങനെ എത്തിപ്പെടാനാണ്?
അപ്പോൾ ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചുള്ള വിവരങ്ങൾ മനുഷ്യന് നേരിട്ട് ചെന്ന് മനസ്സിലാക്കാൻ സാധ്യമാണോ? അപ്പൊ നമുക്ക് നേരിട്ട് എന്ന് അറിയാൻ പറ്റുമോ? നമ്മൾ ഭൂമിയുടെ ഉള്ളറയെ പല പല പാളികളായിട്ടൊക്കെ തിരിച്ചു നമ്മൾ നേരിട്ട് ചെന്ന് കണ്ടുപിടിച്ച് ഇങ്ങനെ 3 ഭാഗങ്ങളാക്കി തിരിച്ചതാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്? ചില ശാസ്ത്രീയ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. അവ എന്തൊക്കെയാണ്? അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന്, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്, ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന്. അപ്പൊ ഇത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു? ഒന്ന് അഗ്നിപർവ്വത സ്ഫോടനം. അപ്പൊ അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് നമ്മുടെ ഈ മാഗ്മയൊക്കെ വരുന്നത് ഉള്ളിൽ നിന്നാണ്, ഭൂമിയുടെ ഉള്ളിൽ നിന്നാണ്. അപ്പൊ അതിനെയൊക്കെ ഒന്നെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, എങ്ങനെയാണ് അവിടുത്തെ ഘടനയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഖനികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ പാർട്സോ അതൊക്കെ ഒന്ന് ശേഖരിച്ച് അതിനെപ്പറ്റി വിശകലനം ചെയ്യുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. പിന്നെ ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങൾ, അത് ഭൂമിയുടെ ഉള്ളിൽ നിന്നാണ് ഭൂകമ്പ തരംഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അവയെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് ഏകദേശ വിവരങ്ങൾ അറിയാൻ കഴിയും. ഭൂമിയുടെ ഘടന, ഇതാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം, ഭൂമിയുടെ ഘടന. ഈ ചിത്രം നോക്കണേ. ഈ ചിത്രത്തിൽ കണ്ട ഭൂമിയെ ഇങ്ങനെ വേർതിരിച്ചിരിക്കുന്നത് ഭൂവൽക്കം, മാന്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. അപ്പം ഭൂവൽക്കം, മാന്റിൽ, കാമ്പ്, അതാണ് പ്രധാനപ്പെട്ട 3 ഭാഗം. അതിനെ കാമ്പിനെ തന്നെ പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും തിരിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായി തിരിച്ചിരിക്കുന്നു. ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ്. അപ്പോൾ ഈ പുറമെയുള്ള നമ്മളൊക്കെ നിൽക്കുന്ന ഭാഗം, ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഭൂവൽക്കത്തിന്റെ പ്രത്യേകതകളെന്ന് നോക്കാം. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മറ്റ് 2 പാളികളെ അപേക്ഷിച്ച്, മറ്റ് 2 ലെയേഴ്സിനെ അപേക്ഷിച്ച് ഏറ്റവും നേർത്ത പാളിയാണ് എന്തെന്ന് പറയുന്നത്? ഭൂവൽക്കം. അതായത് ഏറ്റവും കനം കുറഞ്ഞ പാളിയാണ് ഭൂവൽക്കം. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. ഇപ്പൊ നമുക്കത് പറയേണ്ട ആവശ്യമില്ല. ഖരരൂപത്തിലുള്ള പാറകൾ, പലതരം പാറകളൊക്കെ ഉണ്ട്, പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗമുണ്ട്. അപ്പൊ ഭൂവൽക്കത്തെ 2ആയി തിരിച്ചിരിക്കുന്നു, വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ. ശരാശരി കനം 30 കിലോമീറ്റർ. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ, അത് ശരാശരി 30 കിലോമീറ്റർ ആണ്. എന്തുകൊണ്ടാണ്? ഉയരം കൂടിയ പർവ്വതങ്ങളൊക്കെ ഉള്ളത് വൻകരയിലാണ്. വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്റർ കനമുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്റർ ആണ് കനം. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണ്ട പോയിന്റ്സ് ആണ്. വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം 30 കിലോമീറ്റർ ആണ്. സമുദ്ര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം 5 കിലോമീറ്റർ ആണ്. പർവ്വത പ്രദേശത്ത് വൻകര ഭൂവൽക്കത്തിന്റെ കനം എന്ന് പറയുന്നത് ഏകദേശം 70 കിലോമീറ്റർ ആണ്. അപ്പൊ ഇത് ഇത്രയുമാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. നമുക്ക് പഠിക്കേണ്ട കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ട്, ഞാൻ പറയാം. അപ്പൊ ഇത് എന്തായാലും ഞാൻ തരുന്ന നോട്ടിൽ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞു ഹിമാലയ പർവ്വത മേഖലയിൽ ഭൂവൽക്കത്തിന്റെ കനം എന്ന് പറയുന്നത് 70 കിലോമീറ്റർ ആണ്. അപ്പൊ പർവ്വത പ്രദേശത്ത് എന്ന് പറയുന്നെങ്കിലും നമ്മുടെ മറ്റ് ഗൈഡുകളിലൊക്കെ ഹിമാലയ പർവ്വത മേഖലയിൽ ഭൂവൽക്കത്തിന്റെ കനം 70 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത എന്ന് പറയുന്നത് 2.7 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് വരെയാണ്. 2.7 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് വരെയാണ് വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത. സമുദ്ര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത എന്ന് പറയുന്നത് 3 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പോ വൻകര ഭൂവൽക്കത്തിനാണോ സമുദ്ര ഭൂവൽക്കത്തിനാണോ സാന്ദ്രത കൂടുതൽ എന്ന് ചോദിച്ചാൽ അത് സമുദ്ര ഭൂവൽക്കത്തിനാണ് ഡെൻസിറ്റി കൂടുതൽ, സാന്ദ്രത കൂടുതൽ സമുദ്ര ഭൂവൽക്കത്തിനാണ്. വൻകര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത 2.7 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണെങ്കിൽ സമുദ്ര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത 3 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഓക്കെ. പിന്നെ പറയാനുള്ളത് ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായി ശിലകൾ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന ഉയർന്ന സാന്ദ്രതയുള്ള മേഖലയാണ് അസ്തനോസ്ഫിയർ. അപ്പൊ ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായി സ്ഥിതി ചെയ്യുന്നു അസ്തനോസ്ഫിയർ. അവിടെ എന്താണ്? ശിലകൾ ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദ്രാവകാവസ്ഥയിൽ
ഭൂവൽക്കത്തിൽ വൻകരാഭാഗങ്ങളും മുകൾ തട്ട് അറിയപ്പെടുന്നത്. ഭൂവൽക്കത്തിൽ വൻകരാഭാഗങ്ങളുടെ മുകൾ തട്ട് അറിയപ്പെടുന്നത് സിയാൽ എന്നാണ്. കാര്യം അവിടെ സിലിക്കണും അലുമിനിയവുമാണ് പ്രധാന മൂലകങ്ങൾ. അപ്പൊ സിയാൽ എന്നറിയപ്പെടുന്നു. നമ്മൾ ഓർക്കുക, ആൽമരം കാണുന്നത് തറയിലാണ് അല്ലെ, ആൽമരം കാണുന്നത് തറയിലാണ്. അപ്പോ വൻകര ഭൂവൽക്കമാണ് സിയാൽ എന്ന് ഓർക്കുക. ആൽമരമുള്ളത് തറയിലാണ്. വൻകര ഭൂവൽക്കം സിയാൽ. അങ്ങനെയെങ്കിൽ സമുദ്ര ഭൂവൽക്കം അല്ലെങ്കിൽ നമ്മുടെ ആ കടൽത്തറ അറിയപ്പെടുന്നത് സിമ എന്നാണ്. അപ്പൊ ഭൂവൽക്കത്തിൽ വൻകര ഭാഗങ്ങളുടെ മുകൾ തട്ട് അറിയപ്പെടുന്നത് സിയാൽ എന്നും സിയാലിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന കടൽത്തറയാണ് സിമ. ലിത്തോസ്ഫിയറിന് താഴെയായി അർദ്ധദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അപ്പൊ എന്താണ് ലിത്തോസ്ഫിയർ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആ ലിത്തോസ്ഫിയറിന് താഴെയായി അർദ്ധദ്രാവകാവസ്ഥയിലാണ് എന്ത് കാണപ്പെടുന്നത്? അസ്തനോസ്ഫിയർ കാണപ്പെടുന്നത്. അപ്പൊ അടുത്ത ഭാഗം ഏതാണ്? മാന്റിലാണ്. മാന്റിലിന് എന്തൊക്കെയാണ് മാന്റിലിന്റെ സവിശേഷതകൾ എന്ന് നോക്കാം. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാന്റിൽ. താരതമ്യേന കനമുള്ള ഭാഗമാണ്. ഇത് ഏകദേശം 2900 കിലോമീറ്റർ വരെ കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. അപ്പൊ എത്രയാണ് മാന്റിലിന്റെ കനം? 2900 കിലോമീറ്റർ ആണ്. ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്. എന്താണ്? ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും. നമ്മൾ നേരത്തെ പറഞ്ഞു ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്താണ് ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം? ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നതാണ് ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി മാഗ്മ രൂപത്തിൽ അർദ്ധദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ്. അപ്പൊ ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെയായിട്ട് ശിലാദ്രവം ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ അല്ലെങ്കിൽ മാഗ്മയായിട്ട് കാണപ്പെടുന്നു. ഇതാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. പക്ഷെ ഈ അസ്തനോസ്ഫിയറിന്റെ താഴെയുള്ള ഭാഗം എന്താണ്? ഖരാവസ്ഥയിലാണ്. അതിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ്. അപ്പൊ നമ്മുടെ അഗ്നിപർവ്വത സ്ഫോടനം വഴി മാഗ്മ പുറത്തു വന്ന് ലാവയായി മാറാറുണ്ട്. അതിന്റെ ഒരു കേന്ദ്രഭാഗം അല്ലെങ്കിൽ അതിന്റെ എന്താണ് അത് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ്? അസ്തനോസ്ഫിയറിൽ നിന്നാണെന്ന് കാര്യം ഓർക്കുക. അപ്പൊ നമുക്ക് മാന്റിലിനെ പറ്റി എക്സ്ട്രാ എന്തൊക്കെയാണ് പറയാനുള്ളത് നോക്കാം. ഭൂവൽക്കത്തെ മാന്റിലിൽ നിന്ന് വേർതിരിക്കുന്ന മേഖലയാണ് മോഹോസ് പരിവർത്തന മേഖല. എന്താണ്? മോഹോ പരിവർത്തന മേഖല അല്ലെങ്കിൽ മോഹോസ് ഡിസ്കണ്ടിന്യൂറ്റി ആണ് ഭൂവൽക്കത്തെ മാന്റിലിൽ നിന്ന് വേർതിരിക്കുന്നത്. ഭൂവൽക്കത്തെ മാന്റിലിൽ നിന്ന് വേർതിരിക്കുന്ന മേഖലയാണ് മോഹോ ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ മോഹോ പരിവർത്തന മേഖല. മോഹോ പരിവർത്തന മേഖലയിൽ തുടങ്ങി 2900 കിലോമീറ്റർ വരെ മാന്റിൽ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോ മാന്റിൽ ആരംഭിക്കുന്നത് മോഹോ പരിവർത്തന മേഖലയിൽ നിന്നാണ്. സ്ഥലമണ്ഡലം, പാറക്കെട്ട് നിറഞ്ഞ സ്ഥലം എന്നിങ്ങനെ അറിയപ്പെടുന്നതാണ് ശിലാമണ്ഡലം. അപ്പൊ നമ്മുടെ ലിത്തോസ്ഫിയറിന് അറിയപ്പെടുന്ന ബാക്കി 2 പേരുകളാണ് സ്ഥലമണ്ഡലം അല്ലെങ്കിൽ പാറക്കെട്ട് നിറഞ്ഞ സ്ഥലം. ശിലാമണ്ഡലം 10 മുതൽ 200 കിലോമീറ്റർ വരെ വ്യത്യസ്ത കനത്തിൽ നിലകൊള്ളുന്നു. അപ്പൊ മാന്റിലില് നമ്മുടെ ലിത്തോസ്ഫിയർ കാണപ്പെടുന്നത് 10 മുതൽ 200 കിലോമീറ്റർ വരെയാണ്. ശിലാമണ്ഡലത്തിൽ തൊട്ട് താഴെയായിട്ട് അസ്തനോസ്ഫിയർ കാണപ്പെടുന്നു. അസ്തനോ എന്ന വാക്കിന്റെ അർത്ഥം ദുർബലം അല്ലെ, അത് അർദ്ധദ്രാവകാവസ്ഥയിലല്ലേ കാണപ്പെടുന്നത്, ദുർബലം. അസ്തനോസ്ഫിയർ വ്യാപിച്ചു കിടക്കുന്നത് 400 കിലോമീറ്റർ വരെയാണ്. 400 കിലോമീറ്റർ വരെയാണ് അസ്തനോസ്ഫിയർ വ്യാപിച്ചു കിടക്കുന്നത്. അസ്തനോസ്ഫിയറിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് 3.4 ഗ്രാം പെർ ഘന സെന്റിമീറ്റർ ആണ്. 3.4 ഗ്രാം പെർ ഘന സെന്റിമീറ്റർ. അപ്പോ ഭൂവൽക്കത്തേക്കാൾ ഉയർന്ന സാന്ദ്രതയാണ് അസ്തനോസ്ഫിയറിലെന്ന് ഓർക്കുക. കാരണം നമ്മുടെ വൻകര ഭൂവൽക്കത്തിന് 2.7 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ് അവിടുത്തെ സാന്ദ്രത എന്ന് പറയുന്നത്. സമുദ്ര ഭൂവൽക്കത്തിന് 3 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. പക്ഷെ അസ്തനോസ്ഫിയർ എത്തുമ്പോൾ അത് 3.4 ഗ്രാം പെർ ഘന സെന്റിമീറ്റർ എന്ന് മാറുകയാണ്. അസ്തനോസ്ഫിയറിന് താഴെ ഉള്ള ഭാഗം ഖരാവസ്ഥയിലാണ്. ഇതിനെയാണ് കീഴ് മാന്റിൽ എന്ന് പറയുന്നത്. ഈ ഭാഗത്തിനെയാണ് കീഴ് മാന്റിൽ എന്ന് പറയുന്നത്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാണ്? മാന്റിലാണ്. അപ്പൊ ഭൂമിയുടെ മാസില് ഏറ്റവും കൂടുതലുള്ള ഭാഗം കൂടിയാണ് എന്തെന്ന് പറയുന്നത്? മാന്റിൽ എന്ന് പറയുന്നത്. അടുത്തത് കാമ്പ് അല്ലെങ്കിൽ കോർ. മാന്റിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ്. ഈ കാമ്പിനെ പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെ 2ആയി തിരിക്കുന്നു. അതായത് ഇന്നർ കോറും ഉണ്ട്, ഔട്ടർ കോറും ഉണ്ട്. ഇന്നർ കോറും ഔട്ടർ കോറും ഉണ്ട്.
പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിൽ, ഓർക്കുക, പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അകക്കാമ്പ് ഖരാവസ്ഥയിൽ. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് കാണപ്പെടുന്നത്. കാമ്പ് മുഖ്യമായും നിക്കൽ, അയൺ എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ്. അപ്പൊ നിക്കലും ഇരുമ്പും കൊണ്ട് രൂപം കൊണ്ടതാണ് കാമ്പ് എന്ന് പറയുന്നത്. അതിനാൽ കാമ്പിന് നിഫെ എന്നും പേരുണ്ട്. അപ്പൊ കാമ്പിനെ നിഫെ എന്നും പറയുന്നുണ്ട്. അകക്കാമ്പിലെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ തുടങ്ങിയപ്പോ പറഞ്ഞു ഭൂകേന്ദ്രത്തിലെ ചൂട് എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതെന്ന് പറയുന്നത് അകക്കാമ്പിലെ ചൂടാണ്. ഭൂകേന്ദ്രം എന്ന് പറയുന്നത് സെന്ററിൽ എത്തുമ്പോൾ അകക്കാമ്പാണ്. അകക്കാമ്പിലെ ചൂടിനെയാണ് 5500 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയെങ്കിൽ കാമ്പിന്റെ ദൂരം ഏതുവരെയായിരിക്കും? 6371 കിലോമീറ്റർ. അതായത് ഭൂമിയുടെ ഏകദേശം ആരം, ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്, ഭൂമിയുടെ ആരം 6371 കിലോമീറ്റർ തന്നെയായിരിക്കും കാമ്പിന്റെ ഒരു ദൂരം എന്ന് പറയുന്നത്, കാമ്പിന്റെ ആഴം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കോറിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഇതിൽ പറയുന്നതിലല്ലാതെ ഉള്ള പോയിന്റ്സ്: കാമ്പിന്റെ തുടർഭാഗത്തെ സാന്ദ്രത 5 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പൊ കാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് 5 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ് സാന്ദ്രത. എന്നാൽ ഭൗമ കേന്ദ്രത്തിൽ കാമ്പിന്റെ സാന്ദ്രത കേന്ദ്രത്തിൽ കാമ്പിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് 13 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. എന്ന് വെച്ചാൽ ഏകദേശം 6300 കിലോമീറ്റർ താഴ്ചയിൽ എത്തുമ്പോൾ, നമ്മൾ പറഞ്ഞ കണക്ക് 6371 ആണ്. അതായത് നമ്മുടെ ഇന്നർ കോറിൽ എത്തുമ്പോഴേക്കും അതിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് 13 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഔട്ടർ കോറ് 5 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഇന്നർ കോറ് 13 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. കാമ്പ് നിർമ്മിച്ചിരിക്കുന്ന ഘനലോഹങ്ങളാണ് ഇരുമ്പ്, നിക്കൽ. നമ്മൾ പറഞ്ഞു, നിഫെ പറഞ്ഞു. ഭൂവൽക്കത്തിന്റെയും മാന്റിലിന്റെയും അതിർവരമ്പ്, ഭൂവൽക്കത്തെ മാന്റിലിൽ നിന്നും വേർതിരിക്കുന്നത് ഏതാണ്? മൊഹറോവിസിക് വിച്ഛിന്നതയാണ്. മൊഹറോവിസിക് വിച്ഛിന്നത മോഹോ പരിവർത്തന മേഖലയാണ് ഭൂവൽക്കത്തിന്റെയും മാന്റിലിന്റെയും അതിർവരമ്പ് എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിന്റെയും മാന്റിലിന്റെയും അതിർവരമ്പ് എന്ന് പറയുന്നത് മൊഹറോവിസിക് വിച്ഛിന്നത. അതുപോലെ മാന്റിലിന്റെയും കാമ്പിന്റെയും അതിർവരമ്പ് എന്ന് പറയുന്നത് ഗുട്ടൻബർഗ് വിച്ഛിന്നത. ഭൂവൽക്കത്തിന്റെയും മാന്റിലിന്റെയും അതിർവരമ്പ് മൊഹറോവിസിക് വിച്ഛിന്നത. അപ്പൊ നമ്മൾ മോഹോ പരിവർത്തന മേഖല എന്നൊക്കെ പറഞ്ഞില്ലേ, അത് തന്നെയാണ് മൊഹറോവിസിക് വിച്ഛിന്നത എന്ന് പറയുന്നത്. പിന്നെന്താണ്? പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലാണ്, അകക്കാമ്പ് ഖരാവസ്ഥയിലാണ്. നമ്മൾ പറഞ്ഞു പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. ഇത്രയുമാണ് കാമ്പിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഭൂമിയുടെ ഘടനയുടെ സവിശേഷതകളാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഭൂവൽക്കം ഏറ്റവും പുറമെയുള്ള ഭാഗമാണ്. പിന്നെ അതിന് എന്തൊക്കെ? വൻകര ഭൂവൽക്കമുണ്ട്, സമുദ്ര ഭൂവൽക്കമുണ്ട്. ഏറ്റവും നേർത്ത പാളി എന്ന് പറയുന്നത് ഭൂവൽക്കമാണ്. പിന്നെ ഭൂവൽക്കത്തിന് തൊട്ട് താഴെ മാന്റിലും ഉണ്ട്, അധോ മാന്റിലും ഉപരി മാന്റിലും ഉണ്ട്. അപ്പോ അതിൽ തന്നെ മാന്റിലാണ് ഏറ്റവും കനമുള്ള ഭാഗം എന്ന് പറഞ്ഞു. ഭൂമിയിലെ ഏറ്റവും കനമുള്ള പാളി എന്ന് പറയുന്നത് മാന്റിലാണ്. അടുത്തത് കാമ്പ് നിഫെ എന്നറിയപ്പെടുന്നു. കാമ്പിന്റെ പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർക്കുക. പിന്നെ ഇവിടെ സമുദ്ര ഭൂവൽക്കത്തിന്റെയും വൻകര ഭൂവൽക്കത്തിന്റെയും സാന്ദ്രത, സമുദ്ര ഭൂവൽക്കത്തിനാണ് വൻകര ഭൂവൽക്കത്തേക്കാൾ സാന്ദ്രത കൂടുതൽ എന്നുകൂടി ഓർത്തിരിക്കുക. ഭൂമിയുടെ ഉള്ളറയുടെ ഓരോ പാളിയുടെയും സവിശേഷതകൾ പട്ടികയിൽ നൽകിയിരിക്കുന്നു. അവയിൽ ശരിയായവരുടെ നേരെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്മൈലിയും തെറ്റായവരുടെ നേരെ ചിരി താഴോട്ടുള്ള സ്മൈലിയും വരച്ചു ചേർക്കുക. അപ്പം ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ ഉറപ്പുള്ള ഭാഗമാണ് ഭൂവൽക്കം, ആണ്. ശിലകളാൽ നിർമ്മിതമാണ് ഭൂവൽക്കം. നമ്മൾ പറഞ്ഞു ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. അപ്പൊ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് മാന്റിലിന്റെ ഉപരിഭാഗവും ഭൂവൽക്കവും ചേർന്നതാണ്. ശിലാപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ മാഗ്മ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അതും ശരിയാണ്. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലാണ്. ആണോ? പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലാണോ? ആണ്. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലാണ്. അകക്കാമ്പ് ഖരാവസ്ഥയിലാണ്. വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിവ ഭൂവൽക്കത്തിന്റെ 2 ഭാഗങ്ങളാണ്. അല്ലെ? വൻകര ഭൂവൽക്കവുമുണ്ട്, സമുദ്ര ഭൂവൽക്കവുമുണ്ട്. കാമ്പിന് നിഫെ എന്ന് പേരുണ്ട്. അതും ശരിയല്ലേ? കാമ്പിന് നിഫെ എന്ന് പേരില്ലേ? കാമ്പിന് നിഫെ എന്നും പേരുണ്ട്. അതും ശരിയാണ്. ഇതിപ്പോ എല്ലാം ശരിയാണല്ലോ. എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടോ? ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നാണ് ശിലാമണ്ഡലം. അത് ശരിയാണ്.
മാഗ്മ കാണപ്പെടുന്ന അസ്തനോസ്ഫിയറിലാണ്. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലാണ് അല്ലെ, പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്, അതും ശരിയാണ്. വൻകര ഭൂവൽക്കമുണ്ട്, സമുദ്ര ഭൂവൽക്കമുണ്ട്, കാമ്പിന് നിഫെ എന്നും പേരുണ്ട്. ഇതെല്ലാം ശരിയായിട്ടുള്ള ഭാഗമാണ്, എല്ലാം ശരിയാണല്ലേ. ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് പ്രാഥമികമായ വസ്തുതകൾ ബോധ്യമായല്ലോ. ഇനി ഭൂമിയെ ആവരണം ചെയ്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷത്തെ കുറിച്ചുള്ള ചില വസ്തുതകൾ നമുക്ക് നോക്കാം. ഭൂമിയുടെ അന്തരീക്ഷം. ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന രീതിയിൽ ഭൂമിയും അന്തരീക്ഷവും മാറിയത് എങ്ങനെ? നമ്മൾ പറഞ്ഞു, കുറെ മഴയൊക്കെ പെയ്ത് ജീവനുണ്ടായി, അങ്ങനെയൊക്കെയാണ് വന്നത്. ഉത്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്ന ഭൂമി കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്തു. ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വന്നു. ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിന്റെ ഒരു ആവരണമുണ്ടായി. ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പാണ് അന്തരീക്ഷം. അപ്പൊ എന്താണ് അന്തരീക്ഷം? നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഭൂമിയെ ആവരണം ചെയ്യുന്ന വാതക പുതപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? അന്തരീക്ഷം എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി. നമുക്കറിയാം, നമ്മുടെ ഫോട്ടോസിന്തസിസ് സമയത്ത് നമ്മുടെ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്തിട്ട് സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഓക്സിജനെ റിലീസ് ചെയ്യുന്നു, ഓക്സിജനെ പുറന്തള്ളുന്നു. അപ്പൊ അങ്ങനെ ഓക്സിജനാൽ സമ്പന്നമായി അന്തരീക്ഷം. അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ. ഈ വാതകങ്ങൾ കൂടാതെ മറ്റു വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശവുമുണ്ട്. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വിവിധ വാതകങ്ങൾ ഏതൊക്കെയാണെന്നും അവ എത്ര അളവിൽ കാണുന്നുവെന്നും നമുക്ക് നോക്കാം. അന്തരീക്ഷ സംരചന അല്ലെങ്കിൽ കോമ്പോസിഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന്റെ സാന്നിധ്യമുണ്ട്. കൂർക്കം വലിക്കുന്നു സാജി. ഭൗമോപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ആകെ അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ്. അപ്പൊ എന്താണ്, നമുക്ക് ഭൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷം 10,000-ഓളം കിലോമീറ്റർ വരെയും നമുക്ക് അന്തരീക്ഷം എന്ന് തന്നെ പറയാം, വായുമണ്ഡലമുണ്ട്. എന്നാൽ അന്തരീക്ഷ വായുവിന്റെ 97% ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 29 കിലോമീറ്റർ വരെയാണ്. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ, ചൂടൊന്നും അല്ല കേട്ടോ, വാതകങ്ങളുടെ അളവാണ് കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്പേസിലോട്ടൊക്കെ പോകുന്നവര് ഓക്സിജൻ ഒക്കെ ക്യാരി ചെയ്താണ് പോകുന്നത്. കാര്യം എന്താണ്? ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരികയാണ്. മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ജീവവായുവായ ഓക്സിജൻ, സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. ഈ രണ്ട് വാതകങ്ങളാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. 78% നൈട്രജൻ ആണ്, 21% ഓക്സിജൻ ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളിങ്ങനെ മൂക്കിലൂടെ ഇങ്ങനെ ശ്വാസം എടുക്കൂലേ, നമ്മളിങ്ങനെ ഈ ശ്വാസം എടുക്കുന്ന വായുവിൽ എത്ര ശതമാനം നൈട്രജൻ ഉണ്ടാവും, എത്ര ശതമാനം ഓക്സിജൻ ഉണ്ടാവും? എത്ര ഉണ്ടാവും? ഇത്രയും തന്നെയാണല്ലേ. നമ്മൾ ശ്വസിക്കുന്ന ഓരോ വായുവിലും 78% നൈട്രജനും 21% ഓക്സിജനും ഉണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ തന്നെ 99% ബാക്കി 1% നമ്മുടെ ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, പ്ലൂട്ടോൺ, സിനോൺ, ഹൈഡ്രജൻ എന്നും പറഞ്ഞിട്ട് ബാക്കി 1%. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. നൈട്രജനും ഓക്സിജനും കൂടി ആകെ അന്തരീക്ഷ സംരചനയുടെ 99% മാറുന്നു. സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പറേഷൻ. എന്താണ് ഇവാപ്പറേഷൻ? സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. ഇതിനെയാണ് നമ്മൾ ബാഷ്പീകരണം എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമേ ബാഷ്പത്തിന്റെ സാന്നിധ്യമുള്ളൂ. ഓർക്കുക, ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ മാത്രമേ ബാഷ്പത്തിന്റെ സാന്നിധ്യമുള്ളൂ.
അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമാണ് ബാഷ്പത്തിന്റെ സാന്നിധ്യം ഉള്ളത്. അപ്പൊ അന്തരീക്ഷത്തിലെ അന്തരീക്ഷത്തിലെ വായു കൂടുതലും കാണപ്പെടുന്നത് എവിടെ വരെയാണ്? 29 കിലോമീറ്റർ വരെയാണെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഓർക്കേണ്ട പോയിന്റ്, ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമാണ് ബാഷ്പത്തിന്റെ അളവ് ഉള്ളത്. വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിന്റെ ഭാഗമാണ്. പൊടിപടലങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് ഭൗമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അപ്പൊ മേഘങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത്. അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ അല്ലെങ്കിൽ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ, ഘനീകരണ മർമ്മങ്ങൾ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ എന്നറിയപ്പെടുന്നത് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളാണ്. ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നത്? എങ്ങനെയൊക്കെ അന്തരീക്ഷത്തിൽ ഈ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈസ് എത്തുന്നുണ്ട് നോക്കാം. കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടവ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം. അപ്പൊ നമ്മുടെ ഇതിന് ചുറ്റിനും ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ തന്നെയാണത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു? എങ്ങനെയെല്ലാമാണ്? കാലാവസ്ഥ പ്രതിഭാസം, മഴ, മഞ്ഞ്, ഇതെല്ലാം അന്തരീക്ഷത്തിലാണ് ഉണ്ടാകുന്നത്. ഹാനികരങ്ങളെ സൂര്യരശ്മികളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു, അല്ലെ? നമ്മൾ അൾട്രാ വയലറ്റ് പോലെയുള്ള സൂര്യരശ്മികളിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നു. അന്തരീക്ഷ വായു, അന്തരീക്ഷത്തിലെ ജലാംശം, പൊടിപടലങ്ങൾ, അപ്പൊ ഇവയെ എന്തൊക്കെ സഹായിക്കുന്നു എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷത്തിലുള്ള പ്രാധാന്യം എത്ര വലുതാണെന്ന് മനസ്സിലായില്ലേ? അങ്ങനെയുള്ള അന്തരീക്ഷം മലിനമായാലുള്ള അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. എങ്ങനെയൊക്കെയാണ് അന്തരീക്ഷം മലിനമാകുന്നത്? അന്തരീക്ഷം മലിനമാകുന്ന അവസ്ഥ എന്ത് പേര് അറിയപ്പെടുന്നു? വായുവിന്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതാണ് അന്തരീക്ഷ മലിനീകരണം. അപ്പൊ എന്താണ് അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത്? അന്തരീക്ഷ വായുവിന്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ, അതായത് നമ്മൾക്കും അറിയാം 78% നൈട്രജനും 21% ഓക്സിജനും ബാക്കി 1% മറ്റ് പദാർത്ഥങ്ങളുമുള്ള നമ്മുടെ അന്തരീക്ഷ വായു, അതിന്റെ സംരചനയ്ക്ക് മാറ്റം വരുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതിനെയാണ് അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ അന്തരീക്ഷ മലിനീകരണമാണ്. അതേ കണ്ടോ, ഇതെല്ലാം എന്താണ്? ഇതൊക്കെ അന്തരീക്ഷ മലിനീകരണം സംഭവിക്കുന്ന രീതികളാണ്. അപ്പൊ ഇത് എങ്ങനെയൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പഠിക്കാം. അടുത്തത് അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് റെയിൻ. കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നു. അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവരുന്നു. നമ്മുടെ മഴവെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് അതെന്തിക്കുന്നു? ഭൂമിയിലേക്ക് എത്തുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അമ്ലമഴ. മഴവെള്ളത്തിന്റെ pH മൂല്യം 5-ൽ കുറവാണെങ്കിൽ, ജലത്തിന്റെ pH മൂല്യം 7 ആണെന്ന് നമുക്കറിയാം. മഴവെള്ളത്തിന്റെ pH മൂല്യം 5-ൽ കുറവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അമ്ലമഴ എന്ന് പറയുന്നത്. അപ്പൊ ഓർക്കുക, അമ്ലമഴയിൽ ജലത്തിന്റെ pH മൂല്യം എത്രയാണോ ചോദിക്കാം. എത്രയാണ്? 5-ൽ താഴെയാണ്. 5-ൽ താഴെയാകുമ്പോഴാണ് അതിനെ അമ്ലമഴ എന്ന് പറയുന്നത്. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7 ആണ്. അപ്പൊ ഓർക്കുക, അമ്ലമഴയുടെ pH മൂല്യം 5-ൽ താഴെയാണെന്ന് ഓർക്കുക. അടുത്തത് പുകമഞ്ഞ് അല്ലെങ്കിൽ സ്മോഗ്. സ്മോഗ് ഉണ്ടാകുന്നത് സ്മോക്കും ഫോഗും ചേർന്നാണ് സ്മോഗായി മാറിയത്. സ്മോക്ക് എന്ന് വെച്ചാൽ പുക, ഫോഗ് എന്ന് പറഞ്ഞാൽ മൂടൽമഞ്ഞ്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് നമ്മുടെ പുകമഞ്ഞ്, പുകയും മൂടൽമഞ്ഞും ചേർന്ന് പുകമഞ്ഞ് അല്ലെങ്കിൽ സ്മോഗ് രൂപപ്പെടുന്നു. വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു. ഇവ മഞ്ഞുമായി കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു. പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ വായു മലിനീകരണം കാരണമാകുന്നുണ്ടെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. പലതുണ്ട് പരിഹാരങ്ങൾ. അപ്പോ അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കുന്നതിനായി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ച എന്താണ്? മരം നട്ടു വളർത്തുക, സോളാർ പ്ലാന്റ്,
സോളാർ പ്ലാന്റ്, പിന്നെന്താണ് ഇലക്ട്രിക് വാഹനങ്ങൾ അല്ലെ. ഇപ്പോഴാണ് നമുക്ക് ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിക്കുക. കാര്യം എന്താണ്, നമ്മൾ പെട്രോളൊക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ എന്താണ് പുക പുറത്തള്ളുമ്പോൾ അത് നമ്മുടെ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകും. പിന്നെ ചെറിയ യാത്രകളൊക്കെ ആണെങ്കിൽ സൈക്കിൾ ഉപയോഗിക്കുക, അതിന് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതായിരിക്കും, നമ്മുടെ അന്തരീക്ഷത്തിനും വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അടുത്ത മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് അന്തരീക്ഷ ഘടനയാണ്. അപ്പൊ ഈ അന്തരീക്ഷ ഘടന നമുക്കറിയാം, അന്തരീക്ഷത്തിനെ മുകളിലോട്ട് ചെല്ലുന്തോറും പല പല പാളികളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് മുന്നേ ഉള്ള ക്ലാസ്സുകൾ, അതായത് 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഇതിന്റെ ഡീറ്റെയിൽഡ് ഉണ്ട്. അപ്പൊ ഇപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണുള്ളത്. എന്തായാലും നോക്കാം. അപ്പൊ നോക്കിയേ, എത്ര 5 പാളികളായിട്ട് തിരിച്ചിരിക്കുന്നു. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ തെർമോസ്ഫിയറിന്റെ മുകളിൽ പുറത്തോട്ടുള്ളത് എക്സോസ്ഫിയർ. അപ്പൊ ഇത് ഇത്രയുമാണ് ഈ 5 ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പൊ ഇവിടെ അന്തരീക്ഷ പാളികൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിൽ ഏറ്റവും താഴെയുള്ള പാളിയാണിത്. അപ്പൊ നമുക്ക് കൈയെത്തിപ്പിടിക്കാൻ നമ്മൾ നിൽക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം കാണും. ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണിത്. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. അപ്പൊ ഏകദേശം എത്രയാണ്? ഭൗമോപരിതലത്തിൽ നിന്നും 13 കിലോമീറ്റർ വരെയാണ് ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം എന്ന് പറയുന്നത്. ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും. ധ്രുവപ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയറിന്റെ ദൂരം അല്ലെങ്കിൽ ഉയരം എന്ന് പറയുന്നത് 8 കിലോമീറ്റർ ആണ്. ധ്രുവപ്രദേശങ്ങളിൽ 8 കിലോമീറ്റർ ആണ് ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം എന്ന് പറയുന്നത്. എത്രയാണ്? 8 കിലോമീറ്ററും. പിന്നെന്താണ്? ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ. ഭൂമധ്യരേഖാ പ്രദേശം എടുക്കുകയാണെങ്കിൽ അവിടെ 18 കിലോമീറ്റർ ആണ് ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം എന്ന് പറയുന്നത്. കാര്യം എന്താണ്? ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിന് ഉയരം കൂടുതലായി കാണപ്പെടുന്നത്. ധ്രുവപ്രദേശത്ത് തണുപ്പാണ്. അപ്പൊ അവിടെ 8 കിലോമീറ്റർ ആണ് ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം. ഇപ്പൊ ഈ 8ഉം 18ഉം പിന്നെന്താണ് ശരാശരി 13 കിലോമീറ്ററും ആണെന്നുള്ളത് മറക്കാതിരിക്കുക. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണ് ഉള്ളത്. അപ്പൊ പൊടിപടലങ്ങളും ജലബാഷ്പവും ഒക്കെ ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്നുള്ള പാളിയാണ് എന്തെന്ന് പറയുന്നത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പൊടിപടലങ്ങളും ജലബാഷ്പവും ഒക്കെ ഉള്ളത്. കൂടാതെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. മഴ, മഞ്ഞ്, കാറ്റ്, മേഘം ഇതൊക്കെ രൂപം കൊള്ളുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിന്റെ ഒരു പ്രധാന സവിശേഷത ഭൗമോപരിതലത്തിൽ നിന്ന് 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു എന്നതാണ്. അപ്പൊ എന്താണ്? ഭൗമോപരിതലത്തിൽ നിന്നും 165 കിലോമീറ്റർ ഉയരം ചെല്ലുമ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നു. അടുത്ത 165 മീറ്റർ ഉയരമാകുമ്പോൾ അടുത്ത 1 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നു. അപ്പൊ അങ്ങനെ ഓരോ 165 മീറ്റർ ഉയരത്തിലോട്ട് പോകുമ്പോഴും ഓരോ ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്ന അന്തരീക്ഷ പാളി കൂടിയാണ് ഏത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് അല്ലെങ്കിൽ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ നോർമൽ ലാപ്സ് റേറ്റ് അല്ലെങ്കിൽ ക്രമമായ താപനഷ്ട നിരക്ക് സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിലാണ് ക്രമമായ താപനഷ്ട നിരക്ക് സംഭവിക്കുന്നത്. അതെങ്ങനെയാണ് ആ ക്രമം? ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു. അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ. രണ്ടാമത്തെ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണിത്. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം. എത്രയാണ്? ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി 50 കിലോമീറ്റർ. ഈ ഓരോ ഉയരം പറയുന്നതും ഭൗമോപരിതലത്തിൽ നിന്നുള്ളതാണ്. അതായത് നമ്മൾ ട്രോപ്പോസ്ഫിയർ പറഞ്ഞപ്പോൾ ട്രോപ്പോസ്ഫിയർ ഭൗമോപരിതലത്തിൽ നിന്നും 13 കിലോമീറ്റർ അകലം. അടുത്ത സ്ട്രാറ്റോസ്ഫിയർ പറയുമ്പോൾ തിരിച്ച് ഭൗമോപരിതലത്തിൽ നിന്നും 50 കിലോമീറ്റർ, 50ാമത്തെ കിലോമീറ്ററിൽ ഉയരത്തിലാണ് സ്ട്രാറ്റോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്.
സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കാണാം. എന്താണ്? സ്ട്രാറ്റോസ്ഫിയറിനെ സംബന്ധിച്ച് ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ അവിടെ താപനില കൂടുന്നു, താപം വർദ്ധിച്ചു വരുന്നു. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി ഉള്ളത്. ഓർക്കുക, ഉയരം കൂടുന്തോറും താപം വർദ്ധിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഉയരം കൂടുന്തോറും താപം വർദ്ധിച്ചു വരുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഉപരിതലത്തിൽ നിന്നും 25 കിലോമീറ്റർ ദൂരത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. ഓസോൺ ഭൂമിയുടെ രക്ഷാകവചം. സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. അപ്പൊ നമുക്കറിയാവുന്നതാണ്, ഓസോൺ പാളിയാണ് എന്താണ് സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് അല്ലെങ്കിൽ നമ്മുടെ UV റേസ് തടഞ്ഞു നിർത്തി അതിനെ ഭൂമിയിലേക്ക് കടക്കാതെ സംരക്ഷിക്കുന്നത്. അൾട്രാവയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൗമോപരിതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരമാവുകയും ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അപ്പൊ അൾട്രാവയലറ്റ് നമുക്ക് എല്ലാവർക്കും, നമ്മുടെ എല്ലാം ജീവന് ഭീഷണിയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ അൾട്രാവയലറ്റ് ഭൂമിയിൽ ഉണ്ടാക്കുന്ന ദോഷങ്ങൾ? എന്തൊക്കെയാണ്? ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, പിന്നെന്താണ്? സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം. അന്ധത ഉണ്ടാകുന്നു, തിമിരം ഉണ്ടാകുന്നു, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. UV റേസ് നമുക്ക് സ്കിൻ ക്യാൻസർ ഉണ്ടാക്കും. മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം. ഓസോൺ ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനം, ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത്. ഓസോൺ സംരക്ഷണത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ. അപ്പൊ ഓസോൺ ദിനം സെപ്റ്റംബർ 16. അടുത്ത അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. അപ്പൊ അടുത്തത് സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ 50 മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. ഈ പാളിയിലും ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട്. നമ്മൾ സ്ട്രാറ്റോസ്ഫിയർ പറഞ്ഞപ്പോ ഉയരം കൂടുന്തോറും താപം കൂടുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താണ്? ഇവിടെ മിസോസ്ഫിയറില് ഉയരം കൂടുന്തോറും താപം കുറയുന്നു. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. അപ്പൊ ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുകയാണ്? 80 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും താപനില കുറഞ്ഞ് എത്ര ഡിഗ്രി സെൽഷ്യസ്? 100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അപ്പൊ അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. ആ ഏറ്റവും കുറഞ്ഞ താപനില എന്ന് പറയുന്നത് -100 ഡിഗ്രിയാണ്. എത്ര കിലോമീറ്ററിലാണ്? ഭൗമോപരിതലത്തിൽ നിന്ന് 80 കിലോമീറ്റർ, ഏകദേശം 80 കിലോമീറ്ററിൽ എത്തുമ്പോഴാണ് ഈ ഏറ്റവും കുറഞ്ഞ താപനിലയിലേക്ക് എത്തുന്നത്. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചാണ്. അപ്പൊ ഇവിടെ തണുപ്പ് ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ എന്താണ്? ഭൗമ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന ഉൽക്കകൾ, നമ്മുടെ ശൂന്യാകാശത്തു നിന്നും നമുക്ക് ഇങ്ങോട്ട് വർഷിക്കപ്പെടുന്ന ഉൽക്കകൾ അന്തരീക്ഷത്തിലേക്ക് കടന്ന് മിസോസ്ഫിയർ എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അത് തണുത്തു പോകും. അപ്പൊ അതെന്താ? കത്തിച്ചാരമായി മാറും. ആ ഉൽക്ക കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഉൽക്ക എന്ത് ചെയ്തു? തണുത്ത് ചാരമായി മാറുന്നു. അങ്ങനെ കത്തിച്ചാരമാകുന്നത് മിസോസ്ഫിയറിൽ വെച്ചാണ്. എന്തുകൊണ്ടാണ്? അവിടെ താപനില വളരെ കുറവാണ്. -100 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ താപനില എന്ന് പറയുന്നത്. അടുത്ത അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ.
മിസോസ്ഫിയറിന്റെ മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. എത്ര മുതൽ എത്ര വരെ? 80 മുതൽ 400 കിലോമീറ്റർ വരെ. 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സ്ട്രാറ്റോസ്ഫിയർ വേണമെങ്കിൽ പറയാം. ഏകദേശം 13 മുതൽ 50 കിലോമീറ്റർ വരെയാണ് സ്ട്രാറ്റോസ്ഫിയറിന്റെ ഉയരം എന്ന് പറയാം. കാരണം നമ്മൾ പഠിച്ചത് സ്ട്രാറ്റോസ്ഫിയർ ഭൗമാന്തരീക്ഷത്തിൽ നിന്നും 50 കിലോമീറ്റർ വരെ ഉയരം. അപ്പൊ 13 കിലോമീറ്റർ വരെ നമുക്ക് എന്ത് വരെയാണ്? ട്രോപ്പോസ്ഫിയർ വരെയാണ്. അതിനുശേഷമുള്ള 50 കിലോമീറ്റർ വരെയാണ്, അതായത് 13 മുതൽ 50 കിലോമീറ്റർ വരെയാണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്ന മറ്റൊരു അന്തരീക്ഷ പാളിയാണ് നമ്മുടെ തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അപ്പൊ അയണോസ്ഫിയർ കാണപ്പെടുന്നത് തെർമോസ്ഫിയറിലാണ്. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. അപ്പൊ നമുക്ക് എന്താണ് അയണോസ്ഫിയർ എന്ന് നോക്കാം. അന്തരീക്ഷത്തിന്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാ വയലറ്റ് എക്സ്റേ തുടങ്ങി തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. എന്താണ്? അന്തരീക്ഷത്തിന്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാ വയലറ്റ് എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. അപ്പോൾ നമ്മുടെ എക്സ്റേ, അൾട്രാ വയലറ്റ് പോലെയുള്ള സൂര്യനിൽ നിന്നുള്ള കിരണങ്ങൾ എന്ത് ചെയ്യുന്നു? വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയാണ് അയോണീകരണം എന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു. അപ്പോൾ വാതകങ്ങൾ അയോണുകളായി മാറുന്നു. ഈ പ്രക്രിയയാണ് അയോണീകരണം. ഈ അയോണീകരണം നടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തെ, ആ മണ്ഡലത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. റേഡിയോ തരംഗങ്ങൾ എന്താണ്? വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. പല ചോദ്യത്തിലും വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. റേഡിയോ തരംഗം എന്ത് തരം തരംഗമാണ്? വൈദ്യുത കാന്തിക തരംഗമാണ് റേഡിയോ തരംഗം. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ മേഖല, അതായത് നമ്മുടെ അയണോസ്ഫിയർ, റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത്. അപ്പൊ റേഡിയോ തരംഗങ്ങളുടെ പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ അയണോസ്ഫിയർ ആണ്. അയണോസ്ഫിയർ എവിടെ സ്ഥിതി ചെയ്യുന്നു? തെർമോസ്ഫിയറിലാണ് അയണോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അവസാനത്തെ അന്തരീക്ഷ പാളിയാണ് എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. 400 കിലോമീറ്ററിന് മുകളിൽ, അതായത് നമ്മുടെ തെർമോസ്ഫിയർ 400 കിലോമീറ്റർ വരെയുണ്ട്. അതിന് മുകളിലോട്ടുള്ള ഭാഗമാണ് എക്സോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ അന്തരീക്ഷ പാളിയിൽ, എക്സോസ്ഫിയർ എന്ന ഈ അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം കുറഞ്ഞു ബഹിരാകാശത്തിന്റെ ഭാഗമായി മാറുന്നു. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്തരീക്ഷ പാളി ഇല്ല. ഇവിടെ നിന്ന് എക്സോസ്ഫിയർ കഴിഞ്ഞിട്ട് മുകളിലോട്ട് പോകുന്നതോറും എന്ത് ചെയ്യുന്നു? വായു തന്മാത്രകളുടെ സാന്നിധ്യം കുറഞ്ഞു വരുന്നു. അത് പിന്നീട് എന്തായി മാറുന്നു? ബഹിരാകാശമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ടാസ്ക്, അന്തരീക്ഷ പാളിയുടെ പേര് എഴുതിയിട്ട് ഭൗമോപരിതലത്തിൽ നിന്നുള്ള ഉയരം എത്രയെന്ന് എഴുതുക, താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റം എഴുതുക, അതിന്റെ മറ്റ് സവിശേഷതകൾ എഴുതുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ എന്താണ്, നമ്മുടെ ഓരോ പാളിയുമായി ബന്ധപ്പെട്ട കാര്യം കൊടുത്തിട്ടുണ്ട്. ഇതിനെ ചേരും ഇവിടെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുന്നു. എവിടേക്കാണ് ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുന്നത്? ഒന്ന് സ്ട്രാറ്റോസ്ഫിയറിലുണ്ട്. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുന്നുണ്ട്. പിന്നെ എവിടെയുണ്ട്? തെർമോസ്ഫിയറിലും ഉണ്ട് അല്ലെ. തെർമോസ്ഫിയറിലും ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുന്നു. താപനില ഏറ്റവും കുറഞ്ഞ പാളി എവിടെയാണ്? ഉൽക്കകളൊക്കെ കത്തിച്ചാരമാകുന്ന പാളി ഏതാണ്? മിസോസ്ഫിയർ ആണ്. മിസോസ്ഫിയറിലാണ് താപനില ഏറ്റവും കുറവ്. ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന പാളി അതും ഏത് തന്നെയാണ്? മിസോസ്ഫിയർ തന്നെയാണ്. വായു തന്മാത്രകൾ ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിലേക്ക് ലയിക്കുന്നത് എവിടെയാണ്? ഏറ്റവും പുറമേ ഉള്ള പാളി? എക്സോസ്ഫിയർ. എക്സോസ്ഫിയറിലാണ് വായു തന്മാത്രകൾ ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിലേക്ക് ലയിക്കുന്നത്. ഉയരക്രമം അനുസരിച്ച് ഒരു നിശ്ചിത തോതിൽ താപം കുറയുന്ന പാളി, എവിടെ? നമ്മുടെ ആദ്യത്തെ പാളിയായ ട്രോപ്പോസ്ഫിയറിലാണ് അല്ലെ. ക്രമമായ താപനഷ്ട നിരക്കുണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്.
ഓസോൺ വാതക സാന്നിധ്യമുള്ളത്, ഓസോൺ വാതകം സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കാണപ്പെടുന്നത്. 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? 80 മുതൽ 400 വരെ, അത് തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയർ ആണ് 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഭൂമിയുടെ ഉള്ളറ ഫുള്ളായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് PSC ലെവലിൽ എന്തൊക്കെ ചോദിക്കുമോ, അതായത് ഭൂവൽക്കം, മാന്റിൽ, കാമ്പ്, ഇതിന് മൂന്നിനെയും പറ്റിയുള്ള വിവരങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നോട്ട് തരുമ്പോൾ അത് ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ അല്ലെ. 5ാമത്തെ ചാപ്റ്റർ ആണ് ഇപ്പോൾ തീർന്നിരിക്കുന്നത്. ഇനി 1-2 ചാപ്റ്റർ കൂടെ ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് ടെക്സ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ അടുത്ത ആഴ്ചയോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആകുന്നു. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അടുത്ത 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലേക്ക് നമ്മൾ കടക്കുന്നതാണ്. അതല്ല 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് വേണ്ട, 7ാം ക്ലാസ്സിലെ സയൻസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ നമുക്ക് SCERT സീരീസിൽ അടുത്തത് 7ാം ക്ലാസ്സിലെ സയൻസ്, അടിസ്ഥാന ശാസ്ത്രം എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് വരുന്നത്. ഇങ്ങനെ നമ്മളെ ബോട്ടണി, സുവോളജി അങ്ങനെയൊന്നുമില്ല, കോമൺ ആയിട്ടുള്ള സയൻസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് അതെടുക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിലൂടെ കാണാം. അടുത്ത ക്ലാസ് നിങ്ങൾ മിസ് ചെയ്യരുത്. ഇതിന്റെ നോട്ട് വേണമെന്നുള്ളവർ തീർച്ചയായും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ എല്ലാ ക്ലാസിന്റെ നോട്ട് ഞാൻ എഴുതി തയ്യാറാക്കിയ നോട്ടാണ്, എഴുതി തയ്യാറാക്കി തന്നെ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ കമന്റ് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ക്ലാസ്. അടുത്ത ക്ലാസ്സിലോട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.